ഏതൊരു എക്സാമിനും പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പുകളിലൊന്നാണ് ആ ഒരു എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. UGC നെറ്റ് എക്സാമിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളുടെ സിലബസ് ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് എയ്ഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 1ൻ്റെ സിലബസാണ്. പേപ്പർ 2ൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സിലബസുകളും നിങ്ങൾക്ക് നമ്മുടെ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിലബസ് അനാലിസിസുകൾ, ക്വസ്റ്റ്യൻ അനാലിസിസുകൾ, ഡിസ്കഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എയ്ഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ കമ്മിങ് ടു ദിസ് വൺ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 1 സിലബസ് ആണ്. UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 സിലബസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് 10 വ്യത്യസ്ത ടോപ്പിക്കുകളുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ലോജിക്കൽ ലീസണിങ്, മാത്തമാറ്റിക്കൽ ലീസണിങ്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ ICT, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് 10 ടോപ്പിക്കുകളുണ്ട്. ഈ 10 ടോപ്പിക്കുകളിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വീതമാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് ഉണ്ടാവുക. സോ ടോട്ടൽ വിൽ ബി ഹാവിങ് 100 മാർക്കാണ് പേപ്പർ 1ൽ നിന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ സിലബസ് ബേസിക്കലി ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് സിലബസ് ഒന്ന് കംപ്ലീറ്റ് പറഞ്ഞു പോവാണ്. ഹോപ്പ്ഫുള്ളി വരും ദിവസങ്ങളിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 ടോപ്പിക്കുകളുടെയും സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസും നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വരും വീഡിയോകളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകൾക്ക് ഇതെന്താണ് സിലബസ് എന്ന്, ഓവറോൾ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വി ഹാവ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ടോപ്പിക്കാണ്. ആദ്യത്തെ ടോപ്പിക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ബേസിക്കലി ഇതിൽ ആദ്യത്തെ രണ്ടാമത്തെ എന്നുള്ള അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഒന്നുമില്ല. പക്ഷേ നോർമലി സിലബസിൽ ഇതായതുകൊണ്ട് നമ്മളും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് വൺ എന്നുള്ള ലെവലിലാണ് നമ്മൾ അസസ് ചെയ്യുക. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് ടീച്ചിങ്, എന്താണ് ടീച്ചിങ്ങിൻ്റെ കോൺസെപ്റ്റ്, എന്തൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലേണേഴ്സ്, നമ്മൾ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന എന്തൊക്കെയാണ് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ലേണേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ടീച്ചർ ടീച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ ടീച്ചിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുക, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ ടീച്ചിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്തൊക്കെയാണ്, എന്താണ് ഈ ടീച്ചർ സെൻറ്റേർഡ് ആൻഡ് ലേണർ സെൻറ്റേർഡ് മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്, പിന്നെ എന്തൊക്കെയാണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്, ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, പിന്നെ എന്തൊക്കെയാണ് ഇവാലുവേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്, ഇവാലുവേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇവാലുവേഷൻ സിസ്റ്റം, മേ ബി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലുള്ള ഇവാലുവേഷൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇവാലുവേഷൻ സിസ്റ്റം. അപ്പോൾ ഓവറോൾ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ടീച്ചിങ് കോൺസെപ്റ്റുകൾ, ടീച്ചിങ് ടൈപ്പുകൾ, മെത്തേഡ്സ്, ഫാക്ടേഴ്സ്, അതിൻ്റെ എഫിഷ്യൻസി എഫക്റ്റ് ചെയ്യുന്ന പുതിയ കാലത്തെ ടീച്ചിങ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്കും നിങ്ങൾ മോസ്റ്റ് പ്രോബ്ലി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്താണ് റിസർച്ച്, എന്താണ് റിസർച്ചിൻ്റെ മീനിങ്, എന്താണ് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് വരുന്നത്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് വരുന്നത്, നമ്മൾ എക്സ്പെരിമെൻ്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് എന്നൊക്കെ പറയുന്ന പോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതാണ് നോർമലായിട്ട് നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്നുള്ളത്, പിന്നെ തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വാട്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ഇൻ റിസർച്ച്, എന്താണ് റിസർച്ച് എത്തിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വി ഹാവ് അപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്. ICT റിസർച്ചിലുള്ള ഒരു അപ്ലിക്കേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്. ICT എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പുതിയ ടെക്നോളജീസ്, പുതിയ സിസ്റ്റംസ് നമുക്ക് റിസർച്ചിന് യൂസ് ചെയ്യാൻ പറ്റുക. ഇതെല്ലാം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം ബേസിക്കലി റിസർച്ച് ടൈപ്സ്, റിസർച്ച് ക്യാരക്ടേഴ്സ്, റിസർച്ച് മെത്തേഡ്സ്, റിസർച്ച് സ്റ്റെപ്സ്,
തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, അപ്ലിക്കേഷൻ ഓഫ് ICT, റിസർച്ച് എത്തിക്സ്, ഇതൊക്കെയാണ് നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് നമുക്കുള്ളത്. മൂന്നാമതായി ഈ ഒരു ഇതിന് നമുക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ UGC നെറ്റ് പേപ്പറിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം എഗെയിൻ ബേസിക്കലി മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷനിൽ മാസ് എന്നുള്ളൊരു ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇത് ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനാണ് ബേസിക്കലി വരുന്നത്. ഒരു സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിൽ വരുന്ന കമ്മ്യൂണിക്കേഷനാണ് മെയിൻലി ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ ഓവറോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാലുള്ള ടോപ്പിക്കാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ഇംഗ്ലീഷ് പാസേജ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്യുക. 5 ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് വി ഹാവ് ദ മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ടഫായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ടൈപ്സ് ഓഫ് റീസണിങ് വരുന്നുണ്ട്, നമ്പർ സീരീസ് വരുന്നുണ്ട്, ലെറ്റർ സീരീസ് വരുന്നുണ്ട്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, ആവറേജ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 3 കാറ്റഗറി ആയിട്ട് പറയാം. ഇതിൽ ഏറ്റവും ഈസിയർ കോമൺ കാറ്റഗറി ആയിട്ട് വരുന്നതാണ് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. നമ്പർ, ലെറ്റർ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. രണ്ടാമത്തെ ഒരു സെറ്റിനെ നമുക്ക് പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറയാം. പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്നുള്ളതിനേക്കാളേറെ ഇത് ബേസ് ചെയ്തിട്ടാണ് ഒരു 70 to 80% ഓഫ് ദ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞാൻ പറയും, നിങ്ങൾ പേപ്പർ 1 മാത്സിൽ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കുകൾ പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ ആണെന്ന് ഞാൻ പറയും. ബിക്കോസ് അതിൻ്റെ അപ്ലിക്കേഷനാണ് മോസ്റ്റ് പ്രോബബ്ലി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ വരിക. പിന്നെ അടുത്തൊരു തേർഡ് സെറ്റായിട്ട് കുറച്ച് ടഫായിട്ട് വരുന്നതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. മുമ്പൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരുപാട് ചോദിക്കാറുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഇത്രയാണ് മാത്തമെറ്റിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് മാത്തമെറ്റിക്കൽ റീസണിങ് കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് നമുക്ക് ലോജിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പലപ്പോഴും ഒരു ഇതുവരെ കേൾക്കാത്തത് കൊണ്ട് പേടിയുള്ളത് കൊണ്ട് ടഫാണെന്ന് പറയുന്ന ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ലോജിക്കൽ റീസണിങ് നമുക്ക് പറയാൻ പറ്റുന്നത് വി ഹാവ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ച്, ആർഗ്യുമെൻറ്റ് ഫോംസ്, സ്ട്രക്ചർ of categorical propositions, mood and figure, formal and informal fallacies, uses of languages, connotation and denotations. Basically അത് intention and extension എന്നുള്ള ലെവലിൽ ചോദിക്കാറുണ്ട്. Classical square of opposition, evaluating and distinguishing in inductive and deductive reasoning, analogies, Venn diagram, Indian logic, means of knowledge, പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ഉപമാന പ്രമാണ, അർദ്ധപത്തി പ്രമാണ, അനുപലബ്ധി പ്രമാണ, ശബ്ദ പ്രമാണ, സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന, വ്യാപ്തി, ഹെത്വഭാഷ, ഇങ്ങനെയുള്ള മേ ബി ഭയങ്കര പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നും. ഔട്ട് ഓഫ് ദ ഹോൾ 10 ടോപ്പിക്സിലും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് അത്ര ഐഡിയ ഇല്ലാത്ത ചിലപ്പോൾ ഈ ലോജിക്കൽ റീസണിങ്ങിലെ ടോപ്പിക്സ് ആയിരിക്കാം. പക്ഷേ ലോജിക്കൽ റീസണിങ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ഈവൻ ദോ ഈ ടോപ്പിക്കുകൾ നമുക്ക് പുതിയ ടോപ്പിക്കുകളെ പോലെ ഫീൽ ചെയ്താക്കാമെങ്കിലും ദിസ് ഈസ് എ കമ്പാരിറ്റീവ്ലി ഈസിയർ ടോപ്പിക്. So that's what we have regarding the ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ഞാനിപ്പോൾ ഇതൊന്നും ഓരോന്നും എന്താണെന്ന് പറയുന്നില്ല. നമ്മളെ ഇഫ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ കോഴ്സുകളിലെല്ലാം ഡീറ്റെയിൽ ഇപ്രാവശ്യത്തെ എക്സാമിനൊക്കെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ലോജിക്കൽ റീസണിങ് കഴിഞ്ഞാൽ പിന്നെ മാത്സിൻ്റെ കൂടെ തന്നെ വരുന്ന നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ടേബിൾ തരും. ബേസ്ഡ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും.
പിന്നെ എട്ടാമത്തെ ടോപ്പിക്കാണ് ICT ഓർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇന്നത്തെ കാലത്തെ ടെക്നോളജി ICT റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് ICTയുടെ ഭാഗമായിട്ട് വരുന്നത്. സോ വി ഹാവ് ജനറൽ അബ്രീവിയേഷൻസ് ചോദിക്കാം, അതുപോലെ ടെർമിനോളജീസ് ചോദിക്കാം, ഇൻ്റർനെറ്റിനെ കുറിച്ച് ബേസിക് കാര്യങ്ങൾ ചോദിക്കാം, ഇമെയിൽ, ഓഡിയോ, വീഡിയോ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ചോദിക്കാം, അതുപോലെ ICT ആൻഡ് ഗവർണൻസ്, ഗവർണൻസ് എന്നൊക്കെ പറയുന്ന ബേസിക്കലി ഈസിയർ ടോപ്പിക്കാണ്. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജി, നമുക്ക് ഇൻ്റർനെറ്റ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടതും അറിയുന്നതായിരിക്കും, ചിലപ്പോൾ ചെറുതായിട്ട് വിട്ടുപോയ മറന്നുപോയ ചില ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ 9ാമത്തെ ടോപ്പിക്കാണ് വി ഹാവ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറച്ച് വാസ്റ്റായിട്ട്, കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് ഇപ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതിൽ നമുക്ക് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻട്രാക്ഷൻ, മനുഷ്യന്മാരും എൻവയോൺമെൻറ്റിലുള്ള ഇൻട്രാക്ഷൻ, ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദർ എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. അതിൽ തന്നെ മനുഷ്യന്മാർ കാരണമായിട്ടുണ്ടാവുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ലോക്കൽ, റീജിയണൽ, ഗ്ലോബൽ. പിന്നെ ഡിഫറെൻറ്റ് പൊല്യൂഷൻ പഠിക്കാനുണ്ട്. റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, വേസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇമ്പാക്റ്റ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹെൽത്ത്. അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സുകളുണ്ട്. അതിലും പ്രത്യേകിച്ച് നമുക്ക് റിന്യൂവബിൾ എനർജി റിസോഴ്സുകളാണ് പഠിക്കാനുള്ളത്. സോളാർ, വിൻഡ്, സോയിൽ, ഹൈഡ്രോ, ജിയോ തെർമൽ, ബയോമാസ്, ന്യൂക്ലിയർ ആൻഡ് ഫോറസ്റ്റ് പോലെയുള്ള. പിന്നെ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് 1986, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC, ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ അഗ്രീമെൻറ്റ്സ് ഉണ്ട്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉണ്ട്, കാട്ടാക്കൻ ഉണ്ട്, നഗോയ ഉണ്ട്, റിയോ സമ്മിറ്റ് ഉണ്ട്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, പാരീസ് അഗ്രിമെൻ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ട്. പേടിക്കൊന്നും വേണ്ട, പഠിച്ച് തീരാവുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ സിലബസ് എല്ലാം കൂടി ഒന്ന് വായിച്ചു തരികയാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നോർമലി വരുന്നത്. ഇത് പേര് കേട്ടാൽ ഓക്കെയാണല്ലോ. ക്യോട്ടോ പ്രോട്ടോക്കോൾ പഠിക്കാനുണ്ട്. ഇപ്പം അത് പറയാത്തത്, അത് പറയുകയാണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓൾറെഡി പറഞ്ഞ ഒരുപാട് വീഡിയോ അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്ക് ഓരോരോ സിലബസിൻ്റെയും ഫർദർ ഡീപ്പ് ബ്രേക്ക് ഡൗൺ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് 10ാമത്തെ ടോപ്പിക്. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് ടോപ്പിക്, വി ഹാവ് ദ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ആദ്യം തന്നെ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഏൻഷ്യൻ ഇന്ത്യ. ഏൻഷ്യൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതായത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്, തക്ഷശില, നളന്ദ, മിഥില, വദാപി, ഒദന്തപുരി ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് ലേണിംഗ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ പഠിക്കാനുണ്ട്. ഇൻഡിപെൻഡൻസ് ശേഷമുള്ള ഓറിയന്റൽ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ ബേസിക്കലി വി ഹാവ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ആൻഷ്യൻ ഇന്ത്യയിൽ എന്താണോ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് കാല ഇന്ത്യയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസ് ആയിട്ടുള്ള കമ്മീഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊക്കെ ഉണ്ട്. ദെൻ വി ഹാവ് ഓറിയന്റൽ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് ഉണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഉണ്ട്. സോ വി ഹാവ് പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സോ ബേസിക്കലി ഇത്രയാണ് നമുക്ക് പേപ്പർ 1ൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്കറിയാം ഇത് ചില ടോപ്പിക്കുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോകളിൽ, വരുന്ന സെഷനുകളിലൊക്കെ ഓക്കെ വിൽ ട്രൈ ടു ഡിസ്കസ് ഓക്കെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയാനുള്ളത്. എനിത്തിങ് പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡീറ്റെയിൽ ആയിട്ടുള്ള അസസ്മെൻറ്റുകൾക്ക്, അതുപോലെ പേപ്പർ 2ൻ്റെ അനലൈസിസിനും നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുക. കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.